പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ മൃതദേഹം കല്ലറ പൊളിച്ചു പുറത്തെടുത്തു. ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. മകൻ രാജുവിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിച്ചത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണത്തെ തുടർന്ന്, സംശയങ്ങളെ തുടർന്ന് തന്നെയാണ് കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തെന്ന് അറിയുന്നു. ബോഡി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയോ? ദിവ്യ, സെലീനാമയുടെ മൃതദേഹം ഈ കുഴിമാടം പൊളിച്ചുകൊണ്ട് പുറത്ത് എടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെ നടത്തുക എന്നുള്ളൊരു ധാരണയിലാണ് ഉള്ളത്. അതിൽ ഈ ഡോക്ടർമാരാണ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെ വേണമോ അതോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ഈ ഡോക്ടർമാരുടെ സംഘമുണ്ട്. വിരലടയാള വിദഗ്ധരുണ്ട്. അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇവിടെ വെച്ച് വേണമോ അതോ ഈ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഈ 17 ദിവസമായി മൃതദേഹത്തിന് പഴക്കമുണ്ട്. 17-ാം തീയതിയാണ് മരിക്കുന്നത്. ആ സമയത്ത് ഈ മൃതദേഹം കുളിപ്പിച്ച സമയത്ത് ചില പാടുകളും അതുപോലെ തന്നെ മുറിവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുളിപ്പിച്ച സ്ത്രീകൾ പിന്നീട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന മാലയും വളയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ എടുത്ത് മാറ്റി അതിന് പകരം മുക്കുപണ്ടം വെച്ചിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മോഷണത്തിന് വേണ്ടി 75 വയസ്സുള്ള സലീമായമയെ കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയണം. ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെ പറ്റിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനുള്ളത്. ആ നടപടിക്രമങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ തുടങ്ങുക. ദിവ്യ. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കല്ലറ പൊളിച്ച മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. സാജിദ, 17 ദിവസം മുൻപാണ് സെലീനാമ മരിച്ചത്. അപ്പോൾ അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുക അത് സാധ്യമാണോ? ആശുപത്രിയിലേക്ക് മാറ്റാൻ തന്നെയാണോ ഇടയുള്ളത്? അതിൽ ഡോക്ടർമാരാണ് ഒരു തീരുമാനം പറയേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും അതിൽ ഡോക്ടർമാരുടെ തീരുമാനത്തിന് വിട്ട് നൽകിയിരിക്കുകയാണ്. ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘമുണ്ട്. ഈ കല്ലറ പൊളിച്ച് ഈ കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെ നടത്തുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെയും അഭിപ്രായം. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ഇൻക്വസ്റ്റ് നടപടികൾ അല്പം മുൻപ് ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് തന്നെ എത്രത്തോളം മുറിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. പിന്നെ ഇതിന്റെ കാരണം എന്താണ് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണം. അതിലേക്ക് അത് ആശുപത്രിയിലേക്ക് മാറ്റുമോ അതോ ഈ കല്ലറയ്ക്ക് സമീപത്ത് തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ച സെലീനാമയുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ